അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, 99 മനുഷ്യന്മാരെ കൊന്നൊരു മനുഷ്യൻ. അദ്ദേഹം ഒരു പണ്ഡിതനെ അന്വേഷിച്ചിറങ്ങുകയാണ്. ആ നാട്ടിലെ ഏറ്റവും നല്ല ഉന്നതനായിട്ടുള്ള പണ്ഡിതനെ അന്വേഷിച്ചിറങ്ങുകയാണ്. അദ്ദേഹത്തോട് പോയി ചോദിക്കുന്നുണ്ട്, ഞാൻ 99 ആളുകളെ കൊന്നിട്ടുണ്ട്, എനിക്ക് തൗബ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. 99 മനുഷ്യന്മാരെ കൊന്ന ആൾക്ക് തൗബയോ? ഇല്ലില്ല, നിനക്ക് തൗബ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഫഖത്തലഹു, അദ്ദേഹത്തെ കൂടി കൊന്ന് 100 തികച്ചിട്ട് ആ മനുഷ്യൻ വീണ്ടും തൗബ ലഭിക്കുമോ എന്ന ആഗ്രഹത്തോടുകൂടെ വീണ്ടും ഇറങ്ങി നടക്കുകയാണ്. വീണ്ടും ഒരു പണ്ഡിതൻ്റെ അടുത്തേക്ക് പോയി ചോദിക്കുന്നുണ്ട്, ഞാൻ 100 മനുഷ്യന്മാരെ കൊന്നൊരു മനുഷ്യനാണ്, 100 ആളുകളെ ഞാൻ നിഷ്ക്രൂരം കൊന്നിട്ടുണ്ട്, എനിക്ക് പടച്ചോൻ പുറത്തു തരുമോ എന്ന് ചോദിക്കുന്ന സമയത്ത് ആ പണ്ഡിതൻ പറയുന്നുണ്ട്, നഅം, അതെ, പടച്ചോൻ നിനക്ക് പുറത്തു തരും, പക്ഷെ ഒരു നിബന്ധന ഉണ്ട്. ഇൻതലഖ് ഇലാ അർളി കദാ വകദാ, ഇന്നാലിൻ്റെ നാട്ടിലേക്ക് പോകണം. കാരണം അവിടെ അള്ളാഹുവിന് ഒരുപാട് ഇബാദത്ത് ചെയ്യുന്ന മനുഷ്യന്മാരുണ്ട്, അവരോടുകൂടെ പോയിട്ട് നീ ഇബാദത്ത് ചെയ്യണം, തിരിച്ചിങ്ങോട്ട് മടങ്ങി വരരുത്. ഇവിടെ സൂഇൻ്റെ നാടാണ്, ഇവിടെ തെറ്റിൻ്റെ നാടാണ്, ഈ നാട്ടിലേക്ക് നീ തിരിച്ചു വരരുത്. അങ്ങനെ അദ്ദേഹം നല്ല തൗബയുടെ മനസ്സുമായി കൊണ്ട് പടച്ച തമ്പുരാൻ എനിക്ക് പുറത്തു തരുമെന്ന ആഗ്രഹത്തോടുകൂടെ ആശിച്ച് അവിടുന്ന് ആ നാട്ടിലേക്ക് പുറപ്പെടുകയാണ്. ആ നാട്ടിലേക്ക് പോകുന്ന വഴിയിലാണ് മലക്ക് മൗത്ത് അസ്റാഈൽ അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ റൂഹിനെ പിടിക്കുന്നത്. റഹ്മത്തിൻ്റെയും അദാബിൻ്റെയും മലക്കുകൾ വരുന്നുണ്ട്. ചരിത്രം വിശാലമാണ്, അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല. റഹ്മത്തിൻ്റെ മലായിക്കത്യങ്ങൾ വാദിക്കുന്നുണ്ട്. അദ്ദേഹം നന്മയുടെ നാട്ടിലേക്ക് ഇറങ്ങിച്ചെന്നൊരു മനുഷ്യനാണ്, നന്മയിലേക്ക് അടുക്കാൻ കുറച്ച് സമയം കൂടി വേണ്ടേയുള്ളൂ, അതിലേക്കാണ് കൂടുതൽ അടുത്തിരിക്കുന്നതെന്നും പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ റൂഹിനെ റഹ്മത്തിൻ്റെ മലക്കുകൾ കൊണ്ടുപോകുന്നുണ്ട്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, ഇത്രയും വലിയ ക്രൂരനായിട്ടുള്ളൊരു മനുഷ്യൻ, 100 മനുഷ്യന്മാരെ കൊന്നൊടുക്കിയ മനുഷ്യനെ പടച്ച തമ്പുരാന് തൗബ കൊടുക്കാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ ഇത്ര വലിയ തെറ്റുകളൊന്നും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തിട്ടുണ്ടാകില്ല. എങ്കിൽ പോലും എത്ര വലിയ തെറ്റുകാരനാണെങ്കിൽ പോലും അവന് ഞാൻ പുറത്തു കൊടുക്കുന്നൊക്കെ പറഞ്ഞാൽ തെറ്റിയ, അതല്ലെങ്കിൽ ഈ പരിശുദ്ധമാക്കപ്പെട്ട റമളാൻ മാസം, ഈ റമളാൻ മാസത്തിൽ നമ്മൾ നമ്മുടെ പാപങ്ങൾ പുറത്തു തരാൻ വേണ്ടിയിട്ട് ഹബീബുൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുക്കിയ റമളാനു ഷഹ്റു ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിങ്ങളുടെ മാസമാണെന്ന് പറഞ്ഞ ഈ റമളാൻ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ കരിക്കുക എന്നുള്ളതാണ്, കരിച്ചു കളയുക എന്നുള്ളതാണ്. നമ്മുടെ പാപങ്ങളെ കരിച്ചു കളയുന്ന ഈ മാസം നമ്മൾ വല്ലാതെ സന്തോഷത്തോടുകൂടെ ഈ റമളാൻ മാസത്തെ നമുക്ക് വരവേൽക്കാൻ കഴിയണം. ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞാൽ ഈ റമളാനിലേക്ക് നമ്മൾ കാലെടുത്തു വെക്കുന്ന സമയത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത് കാണാം, മൻ ഫരിഹ ബിദുഖൂലി റമളാൻ പ്രവേശിക്കുന്ന സമയത്ത് ഒരാൾ സന്തുഷ്ടനായി കഴിഞ്ഞാൽ, സന്തോഷകരമായി കൊണ്ട് അവനെ സന്തോഷത്തോടുകൂടെയാണ് അവനെ കാണുന്നതെങ്കിൽ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, ഹറമല്ലാഹു ജസദഹു അലൻ നിറാൻ, അല്ലാഹു തആല അവനെ നരകത്തെ തൊട്ട് കാത്തുരക്ഷിക്കും. നരകത്തെ അവൻ്റെ ശരീരത്തെ സ്പർശിക്കൂല, നരകം അല്ലാഹു തആല അവൻ്റെ ശരീരത്തിനെ ഹറാമാക്കും. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, ഈ റമളാനിലാണ് നമ്മൾ കടക്കാനിരിക്കുന്നത്. തൗബയുടെ മനസ്സുമായി കഴിഞ്ഞ കാലത്തെ പാപങ്ങളൊക്കെ മനസ്സിൽ കൊണ്ടുവന്ന് ഈ റമളാനിൽ എനിക്ക് ഈ റമളാന് തീരലോടുകൂടെ പുതിയൊരാളായി, പുതിയൊരു ജീവിത രീതിയായി, പുതിയൊരു മനുഷ്യനായി മാറാൻ നമുക്ക് കഴിയണം. അള്ളാഹു അത്തരത്തിലുള്ള റമളാനാക്കി ഈ റമളാനിനെ ഖബൂലാക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.